വിജിലൻസ് ചോദ്യം ചെയ്യാൻ വന്നപ്പോൾ 1.5 കോടി കാറിൻ്റെ സീറ്റിനടിയിൽ ഒളിപ്പിച്ച് വെച്ച എളമരം കരീമല്ലേ CITUവിൻ്റെ ലീഡർ? അയാളുടെ ഭാഗത്ത് നിന്ന് എന്ത് ധർമ്മമാണ് പ്രതീക്ഷിക്കാനുള്ളത്? കേന്ദ്രമന്ത്രി നദ്ദ കൊടുത്ത കോടിക്കണക്കിന് രൂപ കൃത്യമായിട്ട് ആശാ വർക്കേഴ്സിന് കൊടുത്തിട്ടുണ്ടോ എന്ന് ഞാൻ ആരോഗ്യവകുപ്പ് മന്ത്രി വീണയെ വെല്ലുവിളിക്കുകയാണ്. അവർ ഗതികേട് കൊണ്ട് സമരം ചെയ്യുന്നവരാണ്. ആ ഗതികേട് കൊണ്ട് സമരം ചെയ്യുന്നവരെ വെല്ലുവിളിക്കുകയാണോ ഒരു വകുപ്പ് മന്ത്രി വേണ്ടത്? മന്ത്രി പാവങ്ങളോട് ഈ വെല്ലുവിളി നടത്താതെ മന്ത്രി എന്നെ വിളിക്കാൻ പറയും, ഞാൻ കൂടെ ചെല്ലാം. ആരോഗ്യവകുപ്പ് മന്ത്രി വീണയ്ക്ക് ഡൽഹിയിൽ പോകണമെങ്കിൽ വീണയോടൊപ്പം ഞാൻ ചെല്ലാം. നമസ്കാരം. ആശാ വർക്കർമാരുടെ സമരം 18ാം ദിവസം പിന്നിടുകയാണ്. വലിയ രീതിയിലുള്ള രാഷ്ട്രീയ സാമൂഹിക പിന്തുണ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു സമരത്തിന്. ഇപ്പോൾ ഈ ഒരു സമരവേദിയിലേക്ക് എത്തിയിരിക്കുകയാണ് BJP നേതാവായ ശോഭാ സുരേന്ദ്രൻ. ഇക്കഴിഞ്ഞ ദിവസം ആരോഗ്യമന്ത്രി ഉൾപ്പെടെ പറഞ്ഞത് നിങ്ങൾക്ക് സമരം വേണമെങ്കിൽ സെക്രട്ടേറിയറ്റിന് മുൻപിൽ നടത്തേണ്ട ആവശ്യമില്ല, വേണമെങ്കിൽ ഡൽഹിയിൽ പോയി നടത്താം, അതിന് ഞാൻ കൂടി വരാമെന്നാണ് മന്ത്രി പറഞ്ഞിരിക്കുന്നത്. മന്ത്രി പാവങ്ങളോട് ഈ വെല്ലുവിളി നടത്താതെ മന്ത്രി എന്നെ വിളിക്കാൻ പറയും, ഞാൻ കൂടെ ചെല്ലാം. ആരോഗ്യവകുപ്പ് മന്ത്രി വീണയ്ക്ക് ഡൽഹിയിൽ പോകണമെങ്കിൽ വീണയോടൊപ്പം ഞാൻ ചെല്ലാം. കേന്ദ്രമന്ത്രിയുടെ അരികിൽ കസേരയിട്ട് ഇരുത്താം. വീണ പറയട്ടെ, കേന്ദ്രമന്ത്രി നദ്ദ കൊടുത്ത കോടിക്കണക്കിന് രൂപ കൃത്യമായിട്ട് ആശാ വർക്കേഴ്സിന് കൊടുത്തിട്ടുണ്ടോ എന്ന് ഞാൻ ആരോഗ്യവകുപ്പ് മന്ത്രി വീണയെ വെല്ലുവിളിക്കുകയാണ്. നിങ്ങൾക്ക് ഇവിടുത്തെ പാവപ്പെട്ട ഈ സ്ത്രീകളുണ്ടല്ലോ, ആശാ വർക്കേഴ്സ്, അവരുടെ മുന്നിൽ നിങ്ങൾക്ക് കഥ പറയാൻ സാധിക്കും, നാട്യം നടത്താൻ സാധിക്കും. എന്നാൽ കേന്ദ്രത്തിലേക്ക് നിങ്ങൾക്ക് പോകണമെങ്കിൽ ഇവരല്ല പോകേണ്ടത്, നിങ്ങളാണ് വരേണ്ടത്. ശ്രീമതി വീണ, നിങ്ങളാണ് വരേണ്ടത്. നിങ്ങൾ വീണ ജോർജിനെ നട്ടലുണ്ടെങ്കിൽ അഹന്ത മാറ്റിവെച്ചിട്ട് കേന്ദ്ര മന്ത്രി നദ്ദാജിയെ കാണാൻ വീട്ടിൽ പോകണോ, ഓഫീസിൽ പോകണോ? വരാൻ ഞങ്ങളൊരു ടീം ആളുകളുണ്ടാകും. ഇനി ആശാ വർക്കേഴ്സിൻ്റെ ആളുകളെ വിളിക്കണോ? ടിക്കറ്റ് എടുത്ത് ഞാൻ നിങ്ങളുടെ കൂടെ വരാൻ തയ്യാറാണ്. തയ്യാറുണ്ടോ? നിങ്ങൾ സമയം തീരുമാനിച്ചോ, ഡേറ്റ് തീരുമാനിച്ചോ, ഞങ്ങൾ അവിടെ വന്നിരിക്കാം. അപ്പം നദ്ദാജി പറയും, കേന്ദ്രത്തിൻ്റെ ഇവിടുത്തെ ആരോഗ്യവകുപ്പ് മന്ത്രി പറയും കേരളത്തിലേക്ക് എത്ര കോടി കൊടുത്തിട്ടുണ്ടെന്ന്. മുഖം ചുളിഞ്ഞ് തിരിച്ചു വരേണ്ടി വരും വീണയ്ക്ക്. പച്ചക്കള്ളം പറയാൻ വേണ്ടി കുറച്ചു കാലമെങ്കിലും മാധ്യമപ്രവർത്തനം നടത്തിയതല്ലേ നിങ്ങൾ? സത്യസന്ധതയുടെ ജിഹ്വയായിട്ടുള്ള മാധ്യമപ്രവർത്തനം നടത്തി ആ റൂമിൽ നിന്ന് തിരിച്ചിറങ്ങി വന്ന് സുഖകരമായി മന്ത്രിയായതല്ലേ? ഇതല്ലല്ലോ നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങൾ ഇവിടുത്തെ സ്ത്രീകളുടെ അരികിലേക്ക് വരണം. ഇവർക്ക് ഇവരുടെ കുഞ്ഞുങ്ങളെ നോക്കാൻ സാധിക്കാതെ, അതുപോലെ തന്നെ മക്കളെ നോക്കാൻ സാധിക്കാതെ, വീടിനകത്തുള്ള ആളുകളെ നോക്കാൻ സാധിക്കാതെ, അവർ ഈ പൊരിവെയിലിൽ ഒരു ടെൻറ്റ് പോലും അവർക്ക് തണലായിട്ടില്ലാതെ ഈ റോഡിൽ, നടു റോഡിൽ വന്ന് കിടക്കുന്നത് അവർക്ക് സന്തോഷിക്കാൻ വേണ്ടിയിട്ടല്ലല്ലോ. അവർക്ക് അവരുടെ കുടുംബത്തെ നിലനിർത്താൻ, അവർക്ക് അവരുടെ ജോലിയെ നിലനിർത്താൻ അവർ ഗതികേട് കൊണ്ട് സമരം ചെയ്യുന്നവരാണ്. ആ ഗതികേട് കൊണ്ട് സമരം ചെയ്യുന്നവരെ വെല്ലുവിളിക്കുകയാണോ ഒരു വകുപ്പ് മന്ത്രി വേണ്ടത്? ആ വകുപ്പ് മന്ത്രി കുറേ കൂടി സൗമനസ്യത്തോടുകൂടി, ആദരവോടുകൂടി, സ്ത്രീകളുടെ മുദ്രാവാക്യത്തിൻ്റെ ശക്തി മനസ്സിലാക്കിക്കൊണ്ട് ഇവർക്കിടയിലേക്ക് ഇറങ്ങി വരണമെന്നാണ് എനിക്ക് ഈ വിഷയത്തെക്കുറിച്ച് പ്രതികരിക്കാനുള്ളത്. ഒരു കാര്യം ഉറപ്പാണ്, ഇവർക്ക് പകരം റോഡിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ വളണ്ടിയർമാരെ ഇറക്കിയിട്ട് ജോലി നടത്തിക്കൊണ്ടു പോകാനാണ് തീരുമാനമെങ്കിൽ സ്വന്തം തറവാട്ട് വക സ്വത്ത് വിറ്റിട്ട് ശമ്പളം കൊടുക്കേണ്ടി വരും. കേന്ദ്രത്തെ ഈ കാര്യം ബോധ്യപ്പെടുത്താൻ അറിവും പ്രാപ്തിയുമുള്ള ആളുകൾ കേരളത്തിൽ വേറെയുണ്ട്. വീണയേക്കാൾ കൂടുതൽ കാര്യങ്ങൾ പഠിച്ച ആളുകൾ ഇന്ന് ഭാരതീയ ജനതാ പാർട്ടിയുടെ കേരള ഘടകത്തിനകത്തുണ്ട് എന്ന് ഞാൻ വീണയെ ഓർമ്മപ്പെടുത്തുകയാണ്. CPM കേന്ദ്രങ്ങൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേന്ദ്രത്തിൽ നിന്നും ഫണ്ട് ലഭിക്കാനുണ്ട്. അല്ല, അവരെപ്പോഴും കളവല്ലേ പറയുന്നത്? കളവ് പറയുമ്പോഴെങ്കിലും ജാഗ്രത വേണ്ടേ? CITUവിൻ്റെ നേതാവ് എളമരം കരീം പറഞ്ഞത് 400 കോടി കിട്ടിയില്ലെന്നാണ്. വീണ പറഞ്ഞത് 100 കോടി കിട്ടിയില്ലെന്നാണ്. 400 കോടിയുടെയും 100 കോടിയുടെയും ഇവരൊന്ന് ഒരുമിച്ച് ആലോചിച്ചിട്ട് കളവ് പറഞ്ഞാൽ പോരെ? അപ്പം ജാഗ്രതയോടുകൂടി കളവ് പറയാൻ പോലും സാധിക്കാത്ത മരമണ്ടന്മാരുടെ, അഴിമതിക്കാരുടെ ഒരു കൂട്ടുകെട്ടിനകത്താണ് ഇന്ന് കേരളം മുന്നോട്ട് പോകുന്നത്. അങ്ങനെയുള്ള കേരളത്തിനകത്ത് ഈ സ്ത്രീകൾ തെരുവിലിരുന്നു കൊണ്ട് നടത്തുന്ന സമരം എനിക്ക് വേദനയാണ്. കാരണം ഇത്രയും നികൃഷ്ടമായിട്ടുള്ള ഒരു ഭരണകൂടത്തിനെതിരെ ദിവസങ്ങളോളം സമരം ചെയ്തിട്ട് ഇവർക്ക് നീതി കിട്ടുന്ന ഒരു സാഹചര്യമില്ല എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നത് ഇതിലും വലിയൊരു PSC സമരത്തെ നോക്കിക്കണ്ട ഒരാളാണ്. എത്രയോ ദിവസം ആ കുട്ടികൾ ഇവിടെ മുട്ടിലിഴഞ്ഞ് സമരം നടത്തി, തലമുണ്ടനം ചെയ്തു. അവസാനം മുഖ്യമന്ത്രി തിരിഞ്ഞു നോക്കിയില്ല. അന്നും ഇതുപോലെ തന്നെ കുട്ടികൾക്കെതിരെ ധാരാളം അധിക്ഷേപങ്ങളും ആക്ഷേപങ്ങളും ഉന്നയിച്ചുകൊണ്ട് ഇവർ മുന്നോട്ട് പോയി. ആർക്കാ ഛേദം? പണ്ട് പറയും, ആരാൻ്റെ അമ്മയ്ക്ക് ഭ്രാന്ത് പിടിച്ചാൽ കാണാൻ നല്ല ചേല് എന്ന്. മന്ത്രി രാജേഷിൻ്റെ ഭാര്യയ്ക്ക് ജോലി കൊടുത്തു, മറ്റൊരു രാകേഷിൻ്റെ ഭാര്യയ്ക്ക് ജോലി കൊടുത്തു, EP ജയരാജൻ്റെ ബന്ധുക്കൾക്ക് നിയമനം കൊടുത്തു. അതുപോലെ തന്നെ P ജയരാജൻ്റെ കുടുംബം സന്തോഷത്തിൽ ജീവിക്കുകയാണ്. ഗോവിന്ദൻ മാഷയുടെ കുടുംബക്കാർ നന്നായിരിക്കുകയാണ്. ഏത് നേതാവിൻ്റെ മക്കൾക്കാണ് ഗവൺമെൻറ് സർവീസിൽ ജോലി കിട്ടാത്തത്? അപ്പോൾ അതിനെല്ലാം ജോലിയുണ്ട്, പിന്മാതിൽ നിയമനമുണ്ട്. PSC വഴി ഇപ്പോൾ കണ്ടില്ലേ, ആശാ വർക്കേഴ്സിന് ശമ്പളം കൊടുക്കാൻ പൈസയില്ല.
ഗവർണർ വാങ്ങുന്ന ശമ്പളത്തേക്കാൾ കൂടുതൽ ശമ്പളമാണ് PSCയുടെ ചെയർമാൻ വാങ്ങുന്നത്. 3.5 ലക്ഷം രൂപ കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഒരാൾക്ക് PSC മെമ്പർക്ക് 3.5 ലക്ഷം കൊടുക്കാൻ തീരുമാനിച്ച കേരളത്തിലാണ് പാവപ്പെട്ട ആശാ വർക്കേഴ്സ് ഒരു നേരത്തെ ഭക്ഷണത്തിന് ഗതിയില്ലാതെ ജോലി തുടങ്ങിയ ആളുകൾ അവർ നിരന്തരമായിട്ട് 18 ദിവസം സമരം ചെയ്തിട്ട് ആ സമരപന്തലിലേക്ക് തിരിഞ്ഞു നോക്കാൻ സാധിക്കാത്തത്. അതുകൊണ്ട് ഇത് ഭരണകൂടത്തിൻ്റെ കാൽ കീഴിലെ മണ്ണ് ഒലിപ്പിച്ച് കളയുന്ന സമരമായിരിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അത് നാരീശക്തിയാണ്, സ്ത്രീ ശക്തിയാണ്. എടുത്ത തീരുമാനത്തിൻ്റെ അരികിൽ വീണ്ടും വീണ്ടും മാറ്റുരച്ചു നോക്കി ഹൃദയത്തിൽ ദൃഢത സ്ഫുരിപ്പിക്കുന്നവരുടെ സമരമാണ്. ആ സമരം അങ്ങനെ പെട്ടെന്ന് പിന്നോട്ട് പോയി അവസാനിപ്പിക്കാമെന്നുള്ള വ്യാമോഹം വേണ്ട. ഇവരോടൊരു സൗമനസ്യം കാണിക്കാൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും ആരോഗ്യവകുപ്പ് മന്ത്രിയും തയ്യാറാകണം. എന്തിനാണ് ഇവരെ വെയിലത്ത് കിടത്തുന്നത്? എന്തിനാണ് ഇവരെ ഇങ്ങനെ? CITU പ്രവർത്തകർ ഇവരുടെ വീടുകളിൽ പോയി ഉൾപ്പെടെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. നിങ്ങൾ ഈ സമരത്തിന് പോരുത്, അല്ലെങ്കിൽ യൂണിയനിൽ നിന്നും രാജിവെക്കേണ്ടി വരും. യൂണിയൻ ഇല്ലെങ്കിൽ എന്താ കേരളത്തിൽ ജീവിക്കാൻ പറ്റില്ലേ? ഇവർ ഇപ്പോൾ സമരം നടത്തുന്നത് യൂണിയന് വേണ്ടിയിട്ടല്ല. ഇപ്പം ഞാൻ വന്നിട്ടുള്ളത് ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന അവകാശങ്ങളൊക്കെ നേടിക്കൊടുത്തത് CITU ആണ് എന്ന് ഓർക്കണമെന്ന് പറയുന്നു. അല്ല, എന്ത് അവകാശമാണ് നേടിക്കൊടുത്തിട്ടുള്ളത്? ഇവിടെ ഒരു അവകാശവും നേടിക്കൊടുത്തിട്ടില്ല. ഇൻകുലാബ് സിന്ദാബാദ് വിളിച്ചുകൊണ്ട് പണ്ടൊരാളുണ്ടായിരുന്നു, AK ഗോപാലൻ. AK ഗോപാലൻ എന്ന് പറയുന്ന മനുഷ്യൻ കണ്ണൂരിൽ നിന്ന് തീവണ്ടി കയറി തിരുവനന്തപുരത്തെത്തുന്നതിനിടയിൽ എവിടെയെങ്കിലും സഹന സമരം നടക്കുന്നുണ്ട് എന്നറിഞ്ഞാൽ, ധർമ്മസമരം നടക്കുന്നുണ്ടെന്നറിഞ്ഞാൽ ആ കമ്മ്യൂണിസ്റ്റുകാരൻ വഴിയിലിറങ്ങുമായിരുന്നുവെന്നാണ് പറയുന്നത്. തൃശ്ശൂരിൽ സമരം നടത്തിയാൽ കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോകുന്ന AK ഗോപാലൻ തൃശ്ശൂരിലിറങ്ങി ആ സമരം ധാർമ്മിക സമരമാണെങ്കിൽ പിന്തുണ കൊടുത്തിരുന്നുവെന്നാണ് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ തന്നെ പറയുന്നത്. ആ അവസ്ഥയിൽ നിന്ന് ഇന്ന് ബഹുരാഷ്ട്ര ബൂർഷ കുത്തകയുടെ നേതാവ് എളമരം കരീം ചക്കിട്ടപ്പാറയിൽ നിന്ന് ഖനനം നടത്തിക്കൊണ്ട് കോടികൾ കൊണ്ടുപോയി സ്വന്തം ഡ്രൈവറുടെ തന്നെ വിജിലൻസ് ചോദ്യം ചെയ്യാൻ വന്നപ്പോൾ 1.5 കോടി കാറിൻ്റെ സീറ്റിനടിയിൽ ഒളിപ്പിച്ച് വെച്ച എളമരം കരീമല്ലേ CITUവിൻ്റെ ലീഡർ? അയാളുടെ ഭാഗത്തു നിന്ന് എന്ത് ധർമ്മമാണ് പ്രതീക്ഷിക്കാനുള്ളത്? ഒന്നുമില്ല. പക്ഷേ ഞാൻ ഇവിടെ സമരത്തിന് എത്തിയിട്ടുള്ള സ്ത്രീകളോട് എൻ്റെ ഒരു അഭ്യർത്ഥന എന്ന് പറയുന്നത്, ഇത് ഒരു ഹൃദയമില്ലാത്തവർക്കെതിരായിട്ടുള്ള സമരമാണ്. ഹൃദയമില്ലാത്ത ഭരണകൂടത്തിനെതിരായിട്ടുള്ള ഒരു സമരമാണ്. ആ സമരം വിജയിപ്പിക്കാൻ ഒരുപാട് ദൂരം മുന്നോട്ട് പോകേണ്ടി വരും എന്നുള്ളതാണ്. ഞങ്ങൾക്ക് ഇവരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് ഇവരാകാൻ സാധിക്കില്ല. ഞാൻ MLA അല്ല, ഞങ്ങൾ MP അല്ല, ഞങ്ങളിവിടുത്തെ മന്ത്രിയല്ല. പക്ഷേ ഒരു ദിവസം ഇതെല്ലാം ഉണ്ടാകും കേരളത്തിൽ. ഈ ഭരണകൂടത്തിൻ്റെ കാൽ കീഴിലെ മണ്ണൊലിച്ചു പോയിക്കൊണ്ട് പാവപ്പെട്ടവർക്ക് പ്രത്യാശ നൽകിക്കൊണ്ട് സാധാരണക്കാരൻ്റെ കുടുംബത്തിനകത്തു നിന്ന് ജോലിക്ക് പോകുന്നവർക്കും കൊടുക്കണം 40,000-വും 50,000-വും രൂപ എന്ന് പറയാൻ നാട്ടിലുള്ളവരുടെ ഒരു നാട്, ഭാവി കേരളമുണ്ടാകും. അന്ന് ഈ കോട്ടകൊത്തളങ്ങളെല്ലാം ഇടിഞ്ഞു വീഴും. ഈ തെറ്റ് ചെയ്തവരെല്ലാം ഇല്ലാതായി പോകും. എങ്ങനെ? അവരുടെ കസേരകൾ ഇളകിയാടി പോകും എന്നതിൻ്റെ ഒരു സൂചനയാണ് ഈ ആശാ വർക്കേഴ്സിൻ്റെ സമരം. ഇതന്ന് PSC സമരത്തിലും പറഞ്ഞിരുന്നു. അത് ചെറിയ രീതിയിലെങ്കിലും വിജയിപ്പിച്ചു കൊടുക്കാൻ ഞങ്ങളുടെ ഇടപെടൽ കൊണ്ട് സാധിച്ചു. ഞാനിവിടുത്തെ തിരുവനന്തപുരത്തെ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകരോട് പറഞ്ഞിട്ടുണ്ട്, ഇവർക്ക് ആവശ്യമായിട്ടുള്ള സഹായ സഹകരണങ്ങൾ രാഷ്ട്രീയം നോക്കാതെ നമ്മളുടെ സഹോദരിമാർ എന്നുള്ള രീതിയിൽ ഇവരാവശ്യപ്പെടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് അവരുടെ എല്ലാം ഒരു കൂട്ടായ്മ ഇവരുടെ അരികിലേക്ക് വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും അതുണ്ടാകും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. വ്യക്തിപരമായിട്ടുള്ള ചെറിയ ഒരു സഹായം അത് ഞാൻ തീർച്ചയായിട്ടും ഇവർക്ക് ചെയ്യുന്നുണ്ട്. അതൊരു സ്ത്രീ എന്നുള്ള രീതിയിൽ, ഒരമ്മ എന്നുള്ള രീതിയിൽ. എന്തായാലും വലിയ രീതിയിലുള്ള ജനപിന്തുണയാണ് ഈ ആശാവർക്കർമാരുടെ സമരത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. മന്ത്രി വീണ ജോർജിനോട് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു വയ്ക്കുന്നത്, കേന്ദ്ര മന്ത്രിസഭയ്ക്ക് മുൻപിൽ വന്നിരിക്കാമോ, ഇത്തരത്തിൽ കേന്ദ്രത്തിൻ്റെ ഫണ്ട് ലഭിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു വാദത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ഇപ്പോൾ ശോഭാ സുരേന്ദ്രൻ രംഗത്ത് വന്നിരിക്കുകയാണ്. ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.